ഹലോ. അപ്പം എന്നും ഞാൻ കുക്കർ ബിരിയാണി വെക്കും. അത് ഞാൻ വോയിസ് ഓവർ കൊടുത്തിട്ടില്ല, മ്യൂസിക് ഇടും. അങ്ങനെ എന്നും കുക്കർ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാനത് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. ഈ അരി ഒരു 20 മിനിറ്റ് ഒന്ന് കുതിരാൻ വെക്കണം. ഇത് ബസുമതി റൈസിൻ്റെ തന്നെ ബ്രൗൺ കളർ റൈസ്. ഇതാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒട്ടിപ്പിടിക്കുന്നത് കുറവാണ്. ഞാനിതാ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം അതൊന്ന് കുതിരാൻ വെച്ചു ഒരു 20 മിനിറ്റ്. പിന്നെ ഇനി ചിക്കനിലേക്കുള്ള അരപ്പുകളാണ് നമ്മൾ എടുക്കുന്നത്. അതിന് പുതിന, മല്ലിയില, 5-6 വെളുത്തുള്ളി, നട്ട്സ്, കസ്കസ്, കൂടാതെ പച്ചമുളക്, ഇഞ്ചി, പെരുംജീരകം ഇത്രയൊന്ന് നന്നായി മിക്സിയിൽ അരച്ചെടുക്കണം. ഇഞ്ചിയൊക്കെ നമ്മൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ, അതനുസരിച്ച് മതി. അപ്പം വെള്ളം ചേർത്തല്ല നമ്മളിത് അരയ്ക്കുന്നത്, തൈര് ഒഴിച്ച് വേണം ഇത് അരച്ച് നമ്മളെടുക്കാൻ. എന്നിട്ട് ഇത് നമ്മൾ ചിക്കനിൽ ചേർത്ത് നന്നായി ഇളക്കി വെക്കണം. അപ്പം ഇത് ഈ അരച്ച മിക്സും കൂടാതെ ഒരു അരമുറി നാരങ്ങാ നീര്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണ്ട, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാലയും ചേർത്ത് നമ്മൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മളിത് നന്നായി ഇളക്കി മാറ്റി വെക്കണം. അപ്പം ചിക്കനിലൊന്ന് അതൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പം ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം. അതിനുശേഷം നമ്മൾ കുക്കർ ഗ്യാസിൽ വെച്ച് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ, അതിലേക്ക് കുറച്ച് നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ച് മാത്രം മതി. നെയ്യുടെ മടുപ്പൊക്കെയാണ് നമുക്ക് നന്നായി ബിരിയാണി തിന്നാൻ പറ്റത്തില്ല, അതിൻ്റെ ആ ഒരു മണമൊക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഈ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്ത് അതൊന്ന് മുരിഞ്ഞ്, അതായത് ഒന്ന് മുരിഞ്ഞ് വരുന്നിടം വരെ, അതിനകത്തെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുന്നിടം വരെ നമ്മളൊന്ന് ഗ്യാസിൽ വെക്കണം. അതിന് ശേഷമേ അതിൽ നമ്മൾ അരി ചേർത്ത് കൊടുക്കാവൂ. കഴുകിയ അരി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. ശേഷം അത് നികക്ക വെള്ളം അതാണ് ഞാൻ കൊടുക്കുന്നത്. സാധാരണ അരി നികന്ന് കിടക്കുന്ന പരുവത്തിന് വെള്ളം ഇട്ട് മുഴുവൻ മസാലകളായിട്ട് പട്ടയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് കൊടുത്തു, ഏലക്ക. അതിന് ശേഷം ബാക്കി ഒരു അരമുറി നാരങ്ങാ നീരും കൂടെ അതിൽ പിഴിഞ്ഞ് ചേർത്തു. അതടച്ച് ഒരു വിസിലടിക്കുന്നിടം വരെ ഗ്യാസ് വെക്കുക. അതായി വരുമ്പോഴത്തേന് ഒരു പാൻ അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് നമ്മൾ മുന്തിരിയും അണ്ടിപ്പരിപ്പും അതുപോലെ ഒന്ന് മൂക്കാൻ വെക്കുക. ആ നെയ്യോടുകൂടി തന്നെ നമ്മൾ കുക്കർ ഓപ്പണായി വരുമ്പം ഇതിൽ ബിരിയാണിയിൽ ചേർത്ത് വെക്കണം. ഒരു കാര്യം പറയാൻ മറന്നു, ഇത് ഞാൻ അരി വേഗം വെച്ചപ്പോൾ തന്നെ ഒരു അരമുറി മാഗി ക്യൂബും കൂടി ഇട്ട് കൊടുത്തായിരുന്നു. അത് ഓപ്ഷണലാണ്. അപ്പോൾ 10 മിനിറ്റ് നമ്മുടെ ബിരിയാണി റെഡി. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടു, എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ബിരിയാണിക്കൊന്ന് ഗാർണിഷ് ചെയ്യണമെങ്കിൽ നമുക്ക് സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചിടായിരുന്നു. അപ്പോൾ അതിനൊന്നും സമയം കിട്ടില്ല, വിശന്ന് പോയി.